അടുത്ത ക്വസ്റ്റൻ കാര്യം മെത്തേഡ് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റൻ തന്നെയാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് റോ റിഡക്ഷൻ. അപ്പോൾ റോ റിഡക്ഷനിലെ ഗ്രേറ്റ് മിനിമം വാല്യൂ നോക്കാം. ഓരോ വാല്യൂ ഇവിടെ 69, സെക്കൻഡിലാണെങ്കിൽ 37, തേർഡ് റോയിലാണെങ്കിൽ 5, ഫോർത്ത് റോയിലാണെങ്കിൽ 8. എന്നിട്ട് ഈ മിനിമം വാല്യൂ ഇത് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 82 മൈനസ് 69 30, 40, 69 മൈനസ് 69 0, 92 മൈനസ് 69 23, then 77 37 ക്യാൻസൽ ചെയ്താൽ 40, 37 മൈനസ് 37 0, 49 minus 37 12, 92 minus 37 55, 11 minus 5 6, 69 minus 5 64, 5 minus 5 0, 86 minus 81, 8 minus 8 0, 9 minus 8 1, 98 minus 8 90, 23 minus 8 50. ഇതാണ് റോ റിഡക്ഷൻ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി കോളം റിഡക്ഷൻ. കോളം റിഡക്ഷൻ എന്താ? ഈ ടേബിളിൽ നിന്നാണ് കോളം റിഡക്ഷൻ ഫൈൻഡ് ചെയ്യേണ്ടത്. ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ 0, ഇതിലും 0, ഇതിലും 0, ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ 15. ഇനി എന്താ 0 മൈനസ് എല്ലാതും ചെയ്യാം. ഇതിൽ 0 ആയതുകൊണ്ട് ഇതിലൊന്നും മാറ്റില്ല, ഇവിടെയാണ് മാറ്റം വരിക. 30 മൈനസ് 0 30, 40 മൈനസ് 0 40, 6 മൈനസ് 0 0, then 40 മൈനസ് 0 40 മൈനസ് 0 6, 0 മൈനസ് 0 0, 64 മൈനസ് 0 64, 1 മൈനസ് 0 1. അടുത്തത് തന്നെ 0 12 0 90. ഇനി 15ൻ്റെ കേസ്. ഏറ്റവും മിനിമം 15 ആണ്. 15 എല്ലാത്തുനിന്ന് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 23 മൈനസ് 15 8, 55 മൈനസ് 15 30, 81 മൈനസ് 15 66. ഓക്കെ, 50 മൈനസ് 55 മൈനസ് 40 ഉണ്ട് 40, 60 81 മൈനസ് 15 66, then 50 മൈനസ് 50 0. ഇതാണ് കോളം റിഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള കറണ്ട് ടേബിൾ. ഇനി ഏതാ സ്റ്റെപ്പ്? ഇനി നമുക്ക് 0 കറക്ഷൻ ചെയ്യണം, 0 കവറേജ് ചെയ്യണം. അപ്പോൾ ഓരോ 0 ലൈൻ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ലൈൻ ചെയ്യണം. അതിന് റോ സ്കാനിങ് ഉണ്ട്. റോയിൽ 2 കൂടുതൽ അല്ലെങ്കിൽ 2 കൂടുതലോ അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് സീറോസ് സ്കാൻ ചെയ്യാത്ത കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കണം. കോളം സ്കാനിങ്ങിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ റോ സ്കാനിങ് നോക്കണം. കോളം റിഡക്ഷൻ അനുസരിച്ച് നമ്മുടെ ടേബിൾ. നമുക്ക് റോ സ്കാനിങ് സ്റ്റെപ്പ് 3ലേക്ക് പോകണം. റോ സ്കാനിങ്. അപ്പോൾ ഫസ്റ്റ് എന്താണ് റോയിൽ ഒരു 0 ഉള്ളൂ, അതിന് മാർക്ക് ചെയ്യുന്നു, വെർട്ടിക്കലി ലൈൻ ഡ്രോ ചെയ്യുന്നു. രണ്ടാമത്തെ റോയിൽ എക്സാക്ട്ലി 1 0 ആണ്, അത് വെർട്ടിക്കലി ലൈൻ ഡ്രോ ചെയ്യും. മൂന്നാമത്തെ റോയിൽ സ്കാൻ ചെയ്യാൻ മാർക്ക് ചെയ്യാനോ ലൈൻ ചെയ്യാനോ ഒരു റോയും ഒരു 0 ഇല്ലാത്തതുകൊണ്ട് അടുത്ത റോയിലേക്ക് പോകുന്നു. അതിൽ 1 കൂടുതൽ 0 ഉള്ളതുകൊണ്ട് ആ റോ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് എക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കോളം സ്കാനിങ്ങിലേക്കാണ് പോകും. 2 കൂടുതൽ റോസോ അല്ലെങ്കിൽ 2 കൂടുതൽ സീറോസോ അല്ലെങ്കിൽ സീറോസ് മാർക്ക് ചെയ്യാത്തതോ അതിൽ ലൈൻ പാസ് ചെയ്യാത്ത സീറോസോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോളം സ്കാനിങ്ങിലേക്ക് പോകും. എന്ത് കഴിഞ്ഞിട്ട്? റോ സ്കാനിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ എന്താ കോളം സ്കാനിങ്? എക്സാക്ട്ലി ഒരു 0 ആണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്യുന്നതാണ്. ഇവിടെ ഒരു കോളത്തിൽ ഒരു 0 ഉള്ളൂ, അതിനെ മാർക്ക് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്യുന്നു. ഇനി അടുത്തത് ഓൾറെഡി വരച്ചതാണ്, സോ നോക്കണ്ട. ഇത് ഓൾറെഡി വരച്ചതാണ്, നോക്കണ്ട. ഇതിൽ വരയ്ക്കാത്തതും അതായത് ലൈൻ പാസ് ചെയ്യാത്തതും മാർക്ക് ചെയ്യാത്ത 0 ഉണ്ടോ നോക്കാം, ഇല്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ കോളം സ്കാനിങ്ങും കഴിഞ്ഞു, റോ സ്കാനിങ്ങും കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ കറൻറ്റ്ലി കിട്ടിയിരിക്കുന്ന ലേറ്റസ്റ്റ് ടേബിൾ ഇതാ. ഇനി നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനെന്താ? നമ്പർ ഓഫ് റോസും ലൈൻസും ഈക്വൽ ആണെന്ന് നോക്കാം. റോസ് എന്ന് പറഞ്ഞാൽ 4 ആണ്, ദെൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇറ്റ്സ് നോട്ട് ഈക്വൽ ആണ്. അപ്പോൾ ഇതെന്താ? സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ല, ഈക്വൽ അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പും കൂടിയുണ്ട്. നമ്മൾ പറഞ്ഞു ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പ്, അതായത് ഒപ്റ്റിമൽ ആണെന്നുണ്ടെങ്കിൽ, ഒപ്റ്റിമൽ അല്ല ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് 4 പ്രൊസീഡ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണ്. ആദ്യം നമ്മൾ എന്താ നോട്ട് കവേർഡ് ബൈ എനി ലൈൻ, ഒരു ഒരു ലൈനുമായിട്ട് കവർ ചെയ്യാത്ത എൻട്രീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻട്രീസ് ഉണ്ടാവും. അതിലെ ഏറ്റവും സ്മോളസ്റ്റ് എൻട്രി നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഏറ്റവും കിട്ടിയിരിക്കുന്ന ലേറ്റസ്റ്റ് ടേബിൾ ഇതാ. അതിൽ ലൈന് പാസ് ചെയ്യാത്ത വാല്യൂസ് ഏതൊക്കെയാണ്? 8 40 66 6 40 30. അതിൽ ഏറ്റവും ചെറിയ വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. സ്മോളസ്റ്റ് വാല്യൂ is 6. ആ 6നെ എന്താ? സ്മോളസ്റ്റ് വാല്യൂ ഡിറ്റർമിൻ സബ്സ്ട്രാക്ട് ദിസ് എൻട്രി ഫ്രം എവറി അൺകവേർഡ് റോയിലുള്ള വാല്യൂസ്. അൺകവേർഡ് റോയിൽ ഏതൊക്കെ വാല്യൂ? 13 8 40 46 66. ആ വാല്യൂ ഒന്ന് എന്ത് സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എന്താ? 13 മൈനസ് 6 എന്ത് വരും? 7. ദെൻ പിന്നെ ഈ 8ൻ്റെ പൊസിഷനിൽ നമുക്ക് 2 വരും. പിന്നെ 14ൻ്റെ പൊസിഷനിൽ 34, കാരണം കിട്ടിയിരിക്കുന്ന സ്മോളസ്റ്റ് വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്തതാണ്. 14 6 മൈനസ് ചെയ്താൽ 34. ഇവിടുത്തെ ലൈൻ പാസ് ചെയ്യാത്ത വാല്യൂ ഒന്നും നമ്മളെന്താ? 6 ക്യാൻസൽ ചെയ്തു. ഇനി 6 ക്യാൻസൽ ചെയ്താൽ 0. നെക്സ്റ്റ് 66 6 ക്യാൻസൽ ചെയ്താൽ 60. ഇനി നമുക്ക് അടുത്തൊരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ, അതായത് സ്മോളസ്റ്റ് വാല്യൂ ആയ 6 ആഡ് ചെയ്യണം. ആരുടെ കൂടെ? ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ഓഫ് ദ പ്രസൻറ്റ് മെട്രിക്സ്. ഇൻ്റർസെക്ഷൻ പോയിൻ്റ്, ഈ പ്രസൻറ്റ് മെട്രിക്സിൽ ഇൻ്റർസെക്ഷൻ 2 വാല്യൂസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റ്, അതായത് അവിടെ 1ലും ആണ് 90ലും ആണ് അല്ലേ? വേറെ എവിടെയെങ്കിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ടുണ്ടോ? ഇല്ല.
അപ്പോൾ 1ഉം 90. അപ്പോൾ അവിടെ നമുക്ക് എന്താ ആഡ് ചെയ്യണം, ഈ വാല്യൂ ആഡ് ചെയ്യണം. അപ്പോൾ 1 + 6 എന്താവും, രണ്ടാമത്തെ, അതായത് ലാസ്റ്റ് റോയിൽ രണ്ടാമത്തെ കോളം. അപ്പോൾ ഇവിടെ എന്താ 7 വരും. ഇനി അടുത്ത കോളത്തിൽ 90 + 6 96 വരും. ഓക്കെ, ബാക്കി റിമൈനിങ് ആയിട്ടുള്ളതെല്ലാം നമ്മളെന്താ റീപ്ലേസ് ചെയ്യണം, സെയിം വാല്യൂ ആയിട്ട് തന്നെ റീപ്ലേസ് ചെയ്യണം. ഇവിടെ എന്താണുള്ളത്, 0 ആയിട്ട് റീപ്ലേസ് ചെയ്തു. 7 മുന്നേ നമുക്കെന്താ 64 ആണുള്ളത്, 64. ദെൻ അതിന് തൊട്ട് മുകളിലായിട്ടുള്ളത് 0, പിന്നെ അതിന് മുകളിലായിട്ടുള്ള 14 0 12 0 0 എല്ലാം ഫില്ല് ചെയ്തു. എന്താണോ ഇവിടെയുള്ള വാല്യൂസ് അത് തന്നെയാണ് റിമൈനിങ് ആയിട്ടുള്ളത് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള ടേബിൾ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് 3യിലേക്ക് പോവുക. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സീറോ കവറേജ് യൂസിങ് ഏതൊക്കെ യൂസ് ചെയ്തിട്ട്, റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും. ഫസ്റ്റ് റോയിൽ എക്സാക്ട്ലി ഒരു 0 ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാർക്ക് ചെയ്യുക, വെർട്ടിക്കലി ലൈൻ ഡ്രോ ചെയ്യുക. രണ്ടാമത്തെ റോയിൽ ഒരു 0 ഉണ്ടെങ്കിൽ അതിനെ മാർക്ക് ചെയ്യുക, വെർട്ടിക്കലി ലൈൻ ഡ്രോ ചെയ്യുക. മൂന്നാമത്തെ റോയിൽ ഒരു 0 ഉള്ളൂ, കാരണം ഈ 0 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 0 ഉള്ളൂ, അപ്പോൾ അതിനെ മാർക്ക് ചെയ്തു, വെർട്ടിക്കലി ലൈൻ ഡ്രോ ചെയ്തു. ഇനി ലാസ്റ്റ് റോയിൽ ഒരു 0 ഉള്ളൂ, മാർക്ക് ചെയ്യാതെ, അതിനെ മാർക്ക് ചെയ്തു, ദെൻ വെർട്ടിക്കലി ലൈൻ ഡ്രോ ചെയ്തു. ഇതിൽ സീറോസ് ലൈൻ പാസ് ചെയ്യുന്ന മാർക്ക് ചെയ്യാത്ത ഏതെങ്കിലും ഉണ്ടോ നോക്കാം, ഇല്ല. ഇനി എപ്പിമലി ചെക്ക് ചെയ്യാം, റോസ് എത്ര 4, എത്ര ലൈൻ ഉണ്ട്, 1 2 3 4. അപ്പോൾ റോയും നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ലൈൻസ് അല്ലേ, അതായത് 4 = 4. സോ ദെർഫോർ ദ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇതിന് പേരുണ്ട് ABCD J1 JKLM. അപ്പോൾ എ ഇസ് അസൈൻ ടു ജെ, അതേപോലെ എ ഇസ് അസൈൻ ടു ഇതിലേക്കാണ്, എല്ലിലാണ്, എല്ലിലല്ലേ 0 ഉള്ളത്, അപ്പോൾ ഇവിടെ L എന്ന് കൊടുക്കുക, L. പിന്നെ B ഇസ് അസൈൻ ടു K. ദെൻ സീൻ്റെ കേസ് ഇവിടെ എഴുതുന്നുണ്ട്, സി ഈസ് അസൈൻ ടു, സീൻ്റെ കേസ് ഫസ്റ്റിലാണ് 0 ഉള്ളത്, അപ്പോൾ J കൊടുക്കുന്നു. ഇനി എന്താ, D ഈസ് അസൈൻ ടു, 2 zeros വന്നിട്ടുണ്ട്, അതിൽ മാർക്ക് ചെയ്ത 0 ഉണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ മാർക്ക് ചെയ്ത 0 ഇതാണുള്ളത്. അപ്പോൾ നമ്മളെന്താ, D ഈസ് അസൈൻ ടു M, അതായത് 2 0 ഉണ്ട് ഇതിൽ. ആ 2 0യിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് മാർക്ക് ചെയ്തത്, ലൈൻ പാസ് ചെയ്തത് മാത്രമല്ല, മാർക്ക് ചെയ്തതുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക. ഇനി വാല്യൂസ്, മുന്നുള്ള വാല്യൂസ് കമ്പയർ ചെയ്യുക, ഈ 0ൻ്റെ സ്ഥാനത്ത് ഏതൊക്കെയാണോ ഉണ്ടായിരുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കുക. അതിലെന്തേന്ന് തന്നത്, 82 83 69 92 77 37 49 92 86 23 5 98 89 9 11 8. ഇതാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ എ അസൈൻ ടു എല്ലാണ്. അപ്പോൾ എല്ലിൻ്റെ സ്ഥാനത്ത് ഏതാ, മൂന്നാമത്തെ 1 2 3. അപ്പോൾ ഫസ്റ്റ് 1 2 3 69. മിനിമം ടോട്ടൽ കോസ്റ്റ് ആണ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ദെർഫോർ മിനിമം ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു 69 പ്ലസ് അടുത്തത് ഡിയിൽ 1 2, രണ്ടാമത്തെ 37 പ്ലസ് 0 തന്നെ പറയുന്നത് സിയിൽ ഫസ്റ്റിലാണ്, സിയിൽ ഫസ്റ്റ് 11 പ്ലസ് ഡിയിൽ നമ്മൾ ലാസ്റ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ 23 ഈക്വൽ ടു 140. അപ്പോൾ ഇതാണ് എന്ത് മിനിമം ടോട്ടൽ കോസ്റ്റ് എന്നുള്ളത്.